योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഭഗവാന്റെ ഉപദേശത്തിലെ ഒരു പ്രത്യേകത തന്നെ എല്ലാവരും പറയാത്ത കാര്യം വല്ലതുമൊക്കെ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം ഒരിക്കലും പുതിയതായിട്ട് ആരും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ വിശേഷമായിട്ടൊരു കാര്യം പറഞ്ഞത് ഈ ബ്രഹ്മവിദ്യ വളരെ സുലഭമാണ് എന്ന് പറഞ്ഞു. എല്ലാവരും അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിനൊരു പരിഹാരമായിട്ടാണ് അത് പറഞ്ഞത്. ഒരു പര്യായപദമായിട്ടാണ് പറയാ. ഇതൊരു ബ്രഹ്മവിദ്യ അത് കാര്യം ചോദിക്കും. എന്തെങ്കിലും സാധിക്കാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ ഇതെന്താ ബ്രഹ്മവിദ്യ ആണോ എന്ന് ചോദിക്കും. കൃപാസിദ്ധന്മാർക്ക് അത് എപ്പോഴും ലളിതമായിട്ട് തോന്നും. എന്താന്ന് വെച്ചാൽ അവരൊന്നും ചെയ്തില്ല അല്ലേ. ഇപ്പൊ ചിലര് പ്രോഡിജി കുട്ടിക്കാലത്ത് തന്നെ പാടാൻ തുടങ്ങും. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ നമുക്ക് സ്വരം പഴയ്ക്കണോ ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അവർക്കത് എങ്ങനെ വന്നു അവർക്കും അറിയില്ല. അത്ര സുലഭമായിട്ട് അവർക്ക് സിദ്ധിച്ചതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഭഗവാൻ അങ്ങനെയാണോ പറയണതെന്ന് വെച്ചാൽ ഭഗവാൻ അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല പറയണത്, അത് സുലഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഗീതയിൽ ഭഗവാൻ ഇതേ വാക്കൊരിടത്ത് പറഞ്ഞു, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. പ്രത്യക്ഷ അവഗമം, പ്രത്യക്ഷമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. കർത്തും സുസുഖം, ചെയ്യാൻ വളരെ സുഖമുള്ളതാണ്. പ്രഹ്ലാദൻ ഇതേപോലെ കിട്ടിയ ആളായതുകൊണ്ട് ഭാഗവതത്തിൽ പറഞ്ഞു, നഹി അച്യുതം പ്രീണയത്തോ ബഹു ആയാസോ അസുരാത്മജാഹ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഃ. ഭഗവാൻ ആത്മാവായിട്ട് സിദ്ധവസ്തുവായിട്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു വിഷമമില്ല. ബാക്കിയുള്ള വസ്തുക്കളാണെങ്കിലൊക്കെ പുറത്തുനിന്ന് നേടണം. ഇത് പുറത്തുനിന്ന് നേടാനുള്ള വസ്തുവേ അല്ല, നേടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിത്യസിദ്ധമായ വസ്തുവാണ്. ഗുരു കാണിച്ചു തരുമ്പോ ആ ക്ഷണത്തിൽ തന്നെ കാണുകയാണ് വേണ്ടത്. പുറത്തുനിന്നൊന്നും പിടിച്ചെടുക്കാനും നേടിയെടുക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് നൊയ്യാർത്തമക്കും ഉളം കയ്യാമലകക്കനി എന്ന് പറഞ്ഞു. വളരെ സർവസാധാരണമായ സംസാരികൾക്ക് പോലും, നമ്മളെപ്പോലെ സാധാരണ ആളുകൾക്കും ലൗകിക ജീവിതം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും കർമ്മങ്ങളും അനേകവിധ പൊല്ലാപ്പുകൾക്ക് നടുവിലും ഉള്ളം കയ്യാമലകക്കനി പൊയ്യായൊഴിയ, പുറത്തുനിന്നുള്ള വസ്തുക്കളൊക്കെ തന്നെ കള്ളമാണ്. പുറത്തുനിന്ന് വസ്തുക്കൾക്കൊക്കെ പ്രയത്നം വേണം, ശ്രമം വേണം. അതുപോലുമില്ലാതെ മികമെയ്യായുള്ളത് ആത്മാ, നിത്യസിദ്ധമായി അനുഭവത്തില് നമുക്ക് ആത്മാസിദ്ധമായ വസ്തുവായിട്ടുണ്ട്. അതിനെ അറിയാനുള്ള വഴിയാണ് മെയ്യായി നിരന്തരം താൻ അയ്യാതിരുന്നിടവും. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാതെ നിരന്തരം എന്നുവെച്ചാൽ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ, വിച്ഛിത്തിയില്ലാതെ, ഒരു സംശയത്തിനും വകയില്ലാതെ. ബാക്കിയുള്ളവർക്ക് സംശയിക്കാം. വൈകുണ്ഠമുണ്ടോ എനിക്ക് ഉറപ്പില്ല, കൈലാസം ഉണ്ടോ എനിക്ക് ഉറപ്പില്ല, ഈശ്വരൻ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നിഷേധിക്കാം. ഇത് നിഷേധിക്കാൻ കഴിയാതെ ഉള്ള കാര്യമാണ് അവനവന്റെ ഇരുപ്പ്. ഞാനുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾക്ക് സംശയമില്ല. ഞാനുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും സിദ്ധമാണ്. അയ്യാതിരുന്നിടവും മെയ്യായി നിരന്തരം താൻ അയ്യാതിരുന്നിടവും பொய்யாம் உடம்பு உலகம்
പൊയ്യാം ഉടമ്പ് ഉലകം മെയ്യായി മുളൈത്തെഴും. മായ എന്ന് വെച്ചാൽ അതാണ്, ഏതൊന്നും ഇല്ലയോ അതൊക്കെ ഉള്ളതുപോലെ തോന്നും. അടുത്തുപോയി വിചാരിച്ചു നോക്കുമ്പോൾ കാണാനില്ല. യുക്തിശൂന്യം വസ്തുപ്രകാശസ്യ സംജ്ഞാ മായ. വസ്തു കാണപ്പെടും, പക്ഷെ അതിന് ചിന്തിച്ച് യുക്തിയൊന്നുമില്ല. എന്തിനാ കാണണമെന്ന് ചോദിച്ചാൽ മരുഭൂമിയിൽ വെള്ളം കാണും ദൂരത്ത്, മരുമരീച്ചിക്ക. അടുത്തുപോയി നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല. അതുപോലെ ശരീരം കാണുന്നു, ശരീരത്തിന് വിഷമങ്ങളുണ്ട്. പ്രമാണം കൊണ്ട് നോക്കുമ്പോൾ കാണാനില്ല, അപ്രാമാണികമായിട്ട് കാണുന്നുണ്ട്. അതാണ് പൊയ്യാം ഉടമ്പ് ഉലകം മെയ്യായി മുളൈത്തെഴും. ശരീരവും മനസ്സും ഒക്കെ മുളച്ചു പൊന്തുണു. പൊയ്മയാർ നിனைവ്, ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് അതൊക്കെ. അഹങ്കാരത്തിന് ഭഗവാൻ നല്ലൊരു അരുമ പേരിട്ടു, പൊയ്മയാർ. ജീവം കൽപ്പയത്തെ പൂർവം. ഈ അഹങ്കാരമാണ് ആദ്യത്തെ മൂലകൽപ്പന, ദ പ്രൈമൽ എറർ, മൂല അവിദ്യ. അതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഗോസ്പൽ ഓഫ് രമണ മഹർഷി നോക്കി, അത് മുഴുവൻ സെന്റർ ടീച്ചിങ്ങിൽ ഭഗവാൻ വന്നുകൊണ്ടേയിരിക്കും. ഒരു വലിയ ബ്രേക്ക് ത്രൂ വേദാന്ത വിചാരത്തിൽ ഭഗവാൻ തരുന്നതേ അവിടെയാണ്. നിങ്ങൾ ഈ അഹങ്കാരത്തിനെ ഉണ്മയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് എന്ത് സാധന ചെയ്താലും പഴയ്ക്കും. എന്താന്ന് വെച്ചാൽ കള്ളൻ തന്നെ പോലീസ് വേഷം കെട്ടി കള്ളനെ തെരയണ പോലെയാണത്. കള്ളൻ തന്നെ പോലീസായിട്ട് വേഷം കെട്ടിയിട്ട് കള്ളനെ തെരയണ പോലെയാണ്. ഇയാൾ ഞാനുണ്ടെന്ന് അംഗീകരിച്ച് ഇയാൾ പിന്നെ വേറെ സത്യത്തിനെ അന്വേഷിക്കണം. ഈ ഞാനുണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഈ ഞാൻ എന്നുള്ളത് വാസ്തവമാണോ? എനിക്കിത് വേണം, ബ്രഹ്മജ്ഞാനം വേണം, മുക്തി വേണം, സംസാരത്തിൽ ഞാൻ പെട്ടുകിടക്കുന്നു, ബന്ധത്തിൽ കിടക്കുന്നു എന്നൊക്കെ പറയണ ഈ പൊയ്മയാർ. ഈ ഞാൻ വാസ്തവത്തിൽ എന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോ അത് എവിടെ ഉദിച്ചോ അവിടെ മറഞ്ഞു പോകണു. അവിടെ അതിന് തന്നെ വാസ്തവമായ സ്ഥിതിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ അത് ഉദിച്ചു കഴിഞ്ഞാലോ മുളൈത്തെഴും, എല്ലാം പൊന്തി വരും. അതാണ് ഹരിനാമ കീർത്തനത്തിന് തള്ളിപ്പുറപ്പെടും അഹന്ത എന്ന്. അത് ഒരു വാസന, പ്രബലമായ അഹംവാസന. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ അഹംവാസന എന്ന് തന്നെ പറയണം. അതൊരു ഹാബിറ്റാണെന്നാണ്. എത്രയോ ജന്മങ്ങളായി അഭ്യസിച്ച് അവിടെ ഒരു ഹാബിറ്റ് ഫോം ആയിരിക്കണം. ഈഗോയിങ് ഹാബിറ്റ്. ഈഗോ ഈസ് നോട്ട് എ ഒബ്ജക്ട്, ഇറ്റ്സ് എൻ ഹാബിച്വൽ തോട്ട്. ഈഗോയിങ് ഹാബിറ്റ്. പൊയ്മയാർ നിனைவு അണുവും ഉയ്യാത്, അത് വീണ്ടും വരാത്ത വിധത്തിൽ ഒടുക്കിടവേ. അതാണ് നിരന്തര സമാധി അഭ്യാസം എന്ന് പറയുന്നത്. സമാധി അഭ്യാസം എന്ന് വെച്ചാൽ ശരണാഗതി അഭ്യാസം ഒക്കെ ഒന്ന് തന്നെ. ഞാനില്ല, ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അതാണ്. ഇഫക്റ്റിൽ അതന്നെയാണ്. കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അങ്ങോട്ട് നമ്മളെ സമർപ്പിക്കുക എന്ന് ഭാഗവത ധർമ്മം ഒക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയെങ്കിലും ഈ ആസാമി ഇല്ലാതാക്കണം. അത് നേരടി ആത്മവിചാരം ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രപത്തി ശരണാഗതി ചെയ്തിട്ടോ ഈ ലോക്കലൈസ്ഡ് പേഴ്സണാലിറ്റി, ഏകദേശീയ സത്ത, അഭിമാനത്തിനെ അങ്ങട് സമർപ്പണം ചെയ്യണം. ആ മൂലത്തില്, സോഴ്സില് ശരണാഗതി ചെയ്യണം. ഞാനില്ല, ഭഗവാനേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും രാമകൃഷ്ണ പരമഹംസർ ഒരു മന്ത്രം പോലെ പറയണതാണ്, നാഹം നാഹം ത്വം ത്വം. ഞാനില്ല, ഞാനില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതന്നെയാണ് നമ്മൾ ഈ കായേന വാച മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇൻ ഇഫക്ട് നമ്മളെ അങ്ങോട്ട് ഭഗവാന് കൊടുത്ത് നമ്മളുണ്ടാവാൻ പാടില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ.
ഇത് ആത്മവിചാരത്തില് പൊയ്മയാർ നിனைവണവും ഉയ്യാത്. ഈ അഹങ്കാരം എവിടെ ഉദിക്കണു? ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് പറഞ്ഞ് ഈ പേടി തോന്നുന്നതും വിഷമം തോന്നുന്നതും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നതും ഒരു സെൽഫ് ഇമേജ് ഉണ്ടല്ലോ, അതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കി അത് ഉദിക്കാതെ അടങ്ങുമ്പോ മെയ്യാർ ഇതയവെളി വെയ്യോൻ. ഈ പൊയ്യാർ പോയാൽ അവിടെ മെയ്യാർ വരികയാണ്. അവിടെ മെയ് സത്യം, ഇതയവെളി വെയ്യോൻ ഹൃദയത്തിലുള്ള ആത്മസൂര്യൻ, ആത്മാ മെയ്യാർ ഇതയവെളി വെയ്യോൻ സ്വയം ആത്മാ വിളങ്ങുമേ. സ്വയം പ്രകാശമായ വസ്തു വിളങ്ങും, പ്രകാശിക്കും. ഇരുൾ അടങ്ങുമേ, അന്ധകാരം അതോടുകൂടെ വിട്ടുപോകും. ഇടറൊടുങ്ങുമേ, ഉള്ളിലുള്ള വിഘ്നം, പ്രതിബന്ധം. അഹങ്കാരം തന്നെയാണ് പ്രതിബന്ധമാണ്. വിവേക ചൂടാമണിയില് അതിനൊരു ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭോക്തൃകളെ കണ്ടകവത് പ്രതീതം. ഒരാളുടെ തൊണ്ടയ്ക്ക് കുടുങ്ങിയിരിക്കുന്ന മുള്ളുപോലെ എന്നാണ്. ഭോക്തുഹുകളെ കണ്ടകവത് പ്രതീതം, ഉള്ളില് തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളുപോലെ അതിങ്ങനെ ഇടയില് ഒരു ഇന്ററപ്ഷൻ, ഫ്രീ ഫ്ലോ ഇല്ല. അപ്പൊ അതിനെ അങ്ങട് നിവർത്തിപ്പിച്ചു. ഇടറൊടുങ്ങുമേ, ആ അഭിമാനം അങ്ങോട്ട് പോയപ്പോ ഇൻപം പൊങ്ങുമേ, ആനന്ദം അങ്ങനെ പൊങ്ങി 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 വരുന്നു. അയ്യേ അതിസുലഭം ആത്മവിദ്യ. അടുത്ത പാട്ടില് ഭഗവാൻ ആത്മവിചാരത്തിനെ പറയാണ്. ഊനാറുടൽ ഇതുവേ நானாமெனும் நினைவேன், நானா நினைவுகள் சேரோர் நாரெனுமதனால், நானாரிடம் ஏதென்றுட்போனால் நினைவுகள் போய், நான் என குகையுள் தானாய்த் திகழும் ஆன்ம ஞானமே, இதுவே மௌனமே ஏகவானமே, இன்பஸ்தானமே ஐயே அதிசுலபம் ஆன்மவித்தை ஐயே அதிசுலபம். ஊனார் உடல் இதுவே நானாம் எனும். ഊനാറ് ഉടൽ എന്നുവെച്ചാൽ ശരീരം. ഊണുകൊണ്ടുണ്ടായത് മാംസമയമായ ശരീരം. ഈ ശരീരം തന്നെ ഞാൻ എന്നുള്ള ധാരണ, നാനാ നിனைവുകൾ, എല്ലാ വിചാരത്തിനു പുറകിലും ആ ഒരു അഭിമാനമുണ്ട്. ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അതാണ്. എല്ലാ വിചാരങ്ങളെ നീക്കി നോക്കിയാൽ മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു പദാർത്ഥമില്ല. വിചാരങ്ങൾ തന്നെയാണ് മനസ്സിന്റെ സ്വരൂപം. എല്ലാ വിചാരങ്ങൾക്കും മൂലമായ വിചാരം ഞാൻ എന്നുള്ള വിചാരമാണ്. ഞാൻ എന്നുള്ള വിചാരം ഉദിക്കാതെ വേറെ ഒരു വിചാരവും ഉണ്ടാവാൻ പറ്റില്ല. എന്ത് വിചാരം വരുമ്പോഴും അതിനു പുറകിൽ ഈ ഞാൻ എന്നുള്ള വിചാരം ഇണങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് വിചാരം വരുമ്പോഴും ഈ വിചാരമൊക്കെ ആർക്ക് വരണു എന്ന് ചോദിച്ചാൽ എനിക്ക് വരണു എന്നും തോന്നും. ഈ ചിന്തിക്കുന്നവൻ ആരാണ്? ഞാനാണെന്ന് തോന്നും. ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്താണ് എന്ന് ആരായുമ്പോ
ഞാൻ എന്നുള്ളത് ഉദിക്കുന്നത് എവിടെയോ ആ ഹൃദയസ്ഥാനത്തിനെ കാണിച്ചും കൊണ്ട് ഹൃദയത്തില് മറയും. അവിടെ താനായി മറ്റൊന്ന് പ്രകാശിക്കും. ഇങ്ങനെ ഭഗവാൻ പ്രിസിഷനായിട്ട്, അത്ര കണ്ട് പ്രിസൈസ് ആയിട്ടാണ് ഈ ആത്മവിചാരത്തിനെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന് ബേസ് എന്താണ്? ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്ന വിചാരം ദേഹത്തിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കണു. കരുവാമഹന്തൈ എന്നാണ് ഭഗവാൻ ഉള്ളത് 40 പറയണത്. കരു എന്ന് വെച്ചാൽ തമിഴില്, ഇംഗ്ലീഷിൽ എന്താ പറയാ അതിന്? ഫീറ്റസ്, എംബ്രിയോ. ഈ മലയാളത്തിൽ എന്താ പറയാ? ഭ്രൂണം. ഭ്രൂണം എന്ന് വെച്ചാൽ കലലം തു ഏകരാത്രേണ എന്ന് കപിലൻ പറയുന്നുണ്ട് ഭാഗവതത്തില്. അതായത് ആദ്യത്തെ ഇതിൽ വരണ ഉള്ളിൽ പ്രവേശിക്കണ രൂപമുണ്ടല്ലോ, ആ രൂപത്തിന് എനിക്കറിയില്ല, ശാസ്ത്രത്തിന് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്താന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് നോട്ട് ടേക്കൺ എനി ബയോളജിക്കൽ ഫോം. അതിനൊരു ബയോ ഉണ്ടായിട്ടില്ല. ഇറ്റ് ഈസ് സിംപ്ലി എ സൈക്കിക് മൂവ്മെന്റ്. അതായത് ശരീരം ഉണ്ടാവണതിന് മുമ്പ് ആദ്യം ഉണ്ടായ ഒരു സൈക്കിക് മൂവ്മെന്റ് ശരീരത്തിനുള്ളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിനെ പിടിക്കുമെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ നിന്ന് തിരിച്ച് ഗർഭകാലം വഴി പുറത്തേക്ക് പോകും എന്നാണ് ഭഗവാന്റെ സ്റ്റേറ്റ്മെന്റ്. കരുവാമഹന്തൈ. മരണ അനുഭവത്തിൽ ഭഗവാൻ തനിക്ക് അഹത്തിനെ ചെന്ന് ഞാനെന്ന് തൊട്ട് കഴിയുമ്പോ എനിക്ക് മരണമില്ല എന്ന് കണ്ടുല്ലേ. അതുപോലെ ചില ഭക്തന്മാർ ഈ അഭംഗലൊക്കെ പോലും ഉണ്ട്. ഞാൻ തന്നെ എന്റെ ഗർഭത്തിൽ പ്രവേശിച്ച് എന്റെ ജനനത്തിന് ഞാൻ തന്നെ കണ്ടു എന്നുവെച്ചാൽ ഈ അഹന്തയുടെ ഫസ്റ്റ് ഫോർമേഷൻ, അതിന്റെ മൂവ്മെന്റ് അകത്ത് ഹൃദയസ്ഥാനത്തിൽ ചെന്നെത്തി കാണുന്നത് തന്നെയാണ് ഹൃദയവിദ്യ എന്ന് പറയുന്നത്. ആ കരു, ആ പ്രഥമ വികാരം, പ്രഥമ അഭിവ്യക്തി, പ്രകൃതിയുടെ മൂലസ്വരൂപം, അത് എല്ലാത്തിൻ്റെ അടുത്തും അങ്ങനെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അതാണ് ഊനാറുടൽ ഇതുവേ നാനാം. അതിന്നാണ് ഈ ഉടൽ ശരീരമൊക്കെ ഉണ്ടായിരിക്കുന്നത്. നാനാ നിனைവുകൾ ചേരോർ നാറ്. നാരെന്ന് വെച്ചാൽ ഒരു ത്രെഡ്, നൂല്, സൂത്രം. ഭാഗവത്തിൽ വരും, സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി. സൂത്രം എന്നാണ് പേരതിന്. ചരടാണത്, ഉള്ളിലൊരു ചരട്. അഥർവസംഹിതയില് ഒരു മന്ത്രമുണ്ട്, ഇതാണ് ബ്രഹ്മസൂത്രം എന്നാണ്, പൂണൂൽ. ഈ സൂത്രത്തിനെ ആര് ഗ്രഹിച്ചിരിക്കുന്നു അവൻ ഉപവീതി എന്ന് ആചാര്യസ്വാമി സദാചാരാനുസന്ധാനത്തിൽ പറയണ്ട്. ഇത് സൂത്രമാണെന്നാണ് ഉള്ളില്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥയിൽ ഈ സൂത്രം കിടപ്പുണ്ട്. ആ സൂത്രം മൂലാവിദ്യ, പ്രഥമ വികാരം. ആ സൂത്രത്തിനെ, അതിന്റെ ഒരു നാനാമെനും നിனைവേ, നാനാ നിனைവുകൾ, എല്ലാ വിചാരങ്ങൾക്കും ബേസായിട്ട്. മുണ്ടിന് നൂല് പോലെ, നൂലില്ലാതെ മുണ്ടില്ലല്ലോ. അതുപോലെ എന്ത് വിചാരം വരണമെങ്കിലും ആ വിചാരം ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ദിസ് സ്റ്റഫ്. ഈ മൂല അഹന്തയാവുന്ന ബേസിക് റോ മെറ്റീരിയൽ കൊണ്ടാണ് കാമം, ക്രോധം, ലോഭം, മോഹം, എന്റെ, അവന്റെ, അത് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാനാ നിனைവുകൾ ചേരോർ നാരെനും. അതനാൽ അങ്ങനെ ഒരു നാര് ഉള്ളിലുണ്ട്, ഒരു ത്രെഡ് ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ട് നാൻ യാർ,
ഇടം ഏത് എന്ന് ഉട്പോനാൽ, ഞാൻ ആരാണ്, ഞാൻ അതിന്റെ മൂവ്മെന്റ്, അതിന്റെ വൈബ്രേഷൻ ഉണ്ടാവുന്ന സെന്റർ, മയ്യം അതെവിടെയാണ് എന്ന് ഉട്പോനാൽ, ആഴ്ന്നുള്ളിൽ മുങ്ങി ശ്രദ്ധിച്ചാൽ നിனைവുകൾ പോയി എല്ലാ വിചാരങ്ങളും അറിയും. കാരണം ഇതാണ് എല്ലാ വിചാരങ്ങൾക്കും മൂലം. എല്ലാ ചിത്തവൃത്തികളും ഒടുങ്ങി നിனைവുകൾ പോയി നാനെന്ന്, ഈ ഞാൻ എന്നുള്ള മൂലവിചാരമും ഉള്ളിൽ അടങ്ങിക്കഴിയുമ്പോൾ അവിടെ നാനെന്ന ഗുഹയുൾ മറ്റൊന്ന് മെയ്യാർ എന്ന് പറഞ്ഞില്ലേ, ആ സത്യവസ്തു താനായി ഹൃദയ ഗുഹയിൽ നാൻ എന്ന ഗുഹയുൾ തികഴും, ജ്വലിക്കും, പ്രകാശിക്കും. എന്താ? ആത്മജ്ഞാനമേ. ഈ മൂല വൃത്തി ഹൃദയത്തിലടങ്ങുമ്പോ ആത്മജ്ഞാനം അവിടെ ഉണ്ട്. ആത്മാവിന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ്, ഇന്റലിജൻസ് ആണ്, സ്വയം പ്രകാശമാണ്. അതിനെ ചെന്ന് അകമയ്ക്ക് ഈ വൃത്തി ചെന്ന് സ്പർശിക്കുമ്പോ റെക്കഗ്നിഷൻ ഉണ്ടാവും. അതാണ് ഞാൻ എന്നറിയുമ്പോ തികഴും ആത്മജ്ഞാനമേ, ഇതുവേ മൗനമേ. മൗനം എന്ന് വെച്ചാൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കലല്ല, അബ്സല്യൂട്ട് എലക്വൻസ്. ഈ മൗനം എന്ന് പറയുന്നത് ഭാഷകളെക്കാളും ഒക്കെ പ്രബലമായ വിനിമയ ശക്തിയാണ്. മുനിയുടെ ഭാവമാണ് മൗനം. അല്ലാതെ മൗനം എന്നുള്ള വാക്ക് പ്രയോഗിച്ച് മിണ്ടാതിരിക്കലാണ് എന്നുള്ള അർത്ഥം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ. മിണ്ടാതിരിക്കുന്നതിന് വാങ്നിരോധം എന്നാണ് പേര്. മൗനം എന്ന് വെച്ചാൽ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണത്. ദാറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് ത്രൂ വിച്ച് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ട്രൂത്ത്. നിങ്ങൾ വർത്തമാനം പറഞ്ഞാലും ഈ കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ അതിന് പുറകിൽ മൗനം ഉണ്ടാവണം. ഭാഷയിലൂടെ ആണെങ്കിലും വിനിമയം ചെയ്യണമെങ്കിൽ മൗനം കൊണ്ടേ സാധിക്കുള്ളൂ. ഭാഷ ആ മൗനത്തിനെ പ്രകാശിപ്പിക്കാൻ ഒരു വെഹിക്കിൾ മാത്രം. അതുകൊണ്ട് ഇതുവേ മൗനമേ എന്നുവെച്ചാൽ ഈ അഹന്ത ഉദിച്ച ഉടനെ കമ്മ്യൂണിക്കേഷൻ പോയി. അത് വേറൊരു സൈഡാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? വണ്ണസ് ആണ് അല്ലേ? ശരിക്കും പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ അഗ്നിയെ അറിയണമെങ്കിൽ ഞാൻ അഗ്നി ആവണം. ഒരു വേപ്പ് മരത്തിനെ അറിയണമെങ്കിൽ ഞാൻ വേപ്പാവണം. മറ്റൊരാളെ അറിയണമെങ്കിൽ ഞാൻ അയാളായാലേ അറിയാൻ പറ്റുള്ളൂ. ബാക്കി എത്ര തന്നെ അറിഞ്ഞാലും അത് ഒബ്ജക്റ്റീവ് നോളജ് മാത്രമാണ്, പെർഫെക്റ്റ് ആവില്ല. അയാളാവാൻ എന്താ ഇപ്പൊ കുഴപ്പം? എനിക്ക് അയാളാവാനുള്ള തടസ്സം എന്താ? ഞാനായിട്ട് നിൽക്കണു, അതിനെ തടസ്സം. So as long as you are a localized personality, there is no absolute communication. Communication is not possible. ആ അഭിമാനത്തിന്റെ നിശേഷ വിലയം സർവവ്യാപിത്വത്തിനെ കൊടുക്കും. സർവാത്മത്വ മഹാവിഭൂതി എന്ന് ദക്ഷിണാമൂർത്തി സ്തോത്രം. എന്നുവെച്ചാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല. ആ മൗനത്തിലിരിക്കുമ്പോ ഈശ്വരനുമായിട്ട് ജീവൻ ഒന്നായി. ജീവനായിട്ട് നിൽക്കണില്ല, ഈശ്വരനേ ഉള്ളൂ. അപ്പൊ ഈശ്വരന്റെ സർവാത്മത്വം, ഈശ്വരന്റെ സർവജ്ഞത്വം, ഈശ്വരന്റെ സർവാന്തര്യാമിത്വം ഇവനിൽ പ്രകാശിക്കും. യഹ് പൃഥിവ്യാം തിഷ്ഠൻ യഹ് പൃഥിവ്യാഃ അന്തരോ യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യഹ് പൃഥിവീം അന്തരോ യമയതി ഏഷ തേ ആത്മാ അന്തര്യാമി അമൃതഃ. അന്തര്യാമി അധികരണം ഉപനിഷത്തില്
ഭൂമിയിൽ ആരൊരുത്തനുണ്ടോ, ആരെ ഭൂമി അറിയണില്ലയോ, ആര് ഭൂമിയുടെ ഉള്ളിലിരുന്ന് ഭൂമിയെ നിയമനം ചെയ്യണമോ, അവനാണ് എന്റെ ഉള്ളിലിരിക്കണ അന്തര്യാമി. അപ്പൊ പിന്നെ ഞാനും ഭൂമിയും ഒന്നാണ്. എന്താ അറിയാത്ത? ഭൂമി ഭൂമിയായിട്ട് നിൽക്കണു, ഞാൻ ഞാനായിട്ട് നിൽക്കണു. ഈ ഡിവിഷൻ അങ്ങോട്ട് എടുത്തപ്പോ മൗനം. അതുകൊണ്ടാണ് രമണ ഭഗവാന്റെ മൗനം അത്ര പവർഫുള്ളായിട്ടിരുന്നത്. പോൾ ബ്രണ്ടൻ വളരെ സൈക്കിക് പേഴ്സണാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പിടിച്ചെടുത്തു. അദ്ദേഹം പറയണു, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മഹർഷി ഡിഡ് നോട്ട് സ്പീക്ക്, ഹി ഓൾസോ സ്പോക്ക്, but his silence was more eloquent. വർത്തമാനം പറയുന്നതിനേക്കാളുമൊക്കെ എത്രയോ എലക്വന്റ് ആയിരുന്നു ആ സൈലൻസ് എന്നാണ്, മൗനം, ആ വിദ്യ. അതുകൊണ്ട് ആ രഹസ്യം പിടിച്ചെടുത്ത ഭഗവാന്റെ പാർഷദന്മാരൊന്നും സംശയമൊന്നും ചോദിക്കുകയില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞൊന്നും നിൽക്കുകയില്ല. കാരണം അവർക്ക് ചോദിക്കാൻ ഒന്നുമില്ല. ഇരുന്നുകൊണ്ടേ ഇരുന്നാൽ ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ്. പതുക്കെ 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 പതുക്കെ. ആ ജീവാഭിമാനമില്ലാത്ത അഖണ്ഡസ്ഥിതി ഭൂമ. എത്ര അന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി. ആ ഭൂമ അഖണ്ഡം. ആ അഖണ്ഡത്തില് അഭിമാനലേശമില്ലാത്ത അപൂർണസ്ഥിതിയിൽ പൂർണ്ണമായ ജ്ഞാനപ്രകാശം ഉണ്ട്. അവിടെ നാൻ എന്ന ഗുഹയുൾ, ഹൃദയ ഗുഹ എന്ന് പറയുന്നതും ആ മൗനം അനുഭവത്തിൽ വരുന്നതാണ് ഹൃദയം. ഹൃദയത്തിന്റെ മനസ്സിന്റെ സ്വഭാവം വിചാരാണ്. അതേപോലെ ഹൃദയത്തിന്റെ സ്വഭാവം എന്താ? മൗനം. മനസ്സിൽ എന്ത് വരണു? വിചാരം വരണു. ഹൃദയത്തിൽ എന്ത് വരും? മൗനം. ശാന്തി. മൗനം തന്നെ ശാന്തി. ആ മൗനത്തിലോ അത് ഹൃദയഗർഭസ്ഥാനമാണ്. ആ ഹൃദയഗർഭത്തിലാണ് തിരിച്ചെന്ന് ലയിക്കണത്. അവിടെ നാൻ എന്ന ഗുഹയുൾ, അവിടെ എന്തുണ്ട്? ആ ഹൃദയ ഗുഹയിൽ മറ്റൊന്ന് താനായി പ്രകാശിക്കുന്നു, താനായി തികഴും, താനായിട്ട്. അത് സ്വയം പ്രകാശം, സ്വരാട്, ആത്മജ്ഞാനമേ. അത് ആത്മാവിന്റെ സ്വരൂപമായ പ്രജ്ഞാനം, സ്വയം പ്രകാശം. ഇതുവേ മൗനമേ. ഇത് തന്നെ മൗനം. ഏകവാനമേ. ഇന്നലെ പറഞ്ഞില്ലേ, ഇൻഫിനിറ്റ് സ്പേസ്, ആകാശകൽപ്പജ്ഞാനം എന്ന് പറഞ്ഞില്ലേ, അതന്നെ ഇവിടെ ഏകവാനമേ. അവിടെ വിച്ഛിത്തിയില്ലാത്ത അനന്തമായ ആകാശം. ഇൻബസ്ഥാനമേ, ആനന്ദത്തിന്റെ ഉറവിടം, ആനന്ദത്തിന്റെ സോഴ്സ്, മൂലസ്ഥാനം. ഏകവാനമേ ഇൻബസ്ഥാനമേ. ஊனாருடல் இதுவே நானாம் எனும் நினைவே நானா நினைவுகள் சேரோர் நார் எனும் அதனால் நான் யார் இடம் ஏது என்று உட்போனால் நினைவுகள் போய் நான் என குகையுள் தானாய் திகழும் ആത്മജ്ഞാനമേ. ഇതുവേ മൗനമേ, ഏകവാനമേ, ഇൻബസ്ഥാനമേ. ഇവിടെ ഭഗവാൻ ആത്മവിചാരത്തിനെ വഴി കാണിച്ചു തരാണ്. നമുക്ക് പിടിക്കാൻ ഒരു ആലംബം വേണം. എന്താണ് ആലംബം? അകത്തൊരു മന്ത്രധ്വനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു മൂവ്മെന്റ്, ഒരു വേവ്, അല. ആ അലയുടെ സ്വഭാവം എന്താ? ഞാൻ 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 എന്നൊരു അല. ആ അലയുടെ സ്ട്രക്ചർ എന്താണ്? ഞാൻ ദേഹമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്. ഉപാധികൾ മുഴുവനും ഈ വേവിന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ചലനം
ഇത് തന്നെയാണ് ഓരോ സെല്ലിന്റെ ഉള്ളിലും DNA-യുടെ ഉള്ളിലും ഒക്കെ ഉണ്ട്. ആ ചെറിയ സാധനത്തിന്റെ ഉള്ളില് എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ അതിന്റെ മുഴുവൻ ചിപ്പാണത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്ത് അതിന്റെ മുഴുവനും ഫുട് പ്രിന്റ്സ് ഉണ്ട്, ഫിലിംസ് ഉണ്ട് അതിന്റെ മുഴുവനും. അയാളാവട്ടെ ശുദ്ധ കള്ളമാണ്. വാസ്തവമായിട്ടുള്ള സാധനമേ അല്ലാതെ ജ്ഞാനമാകുന്ന ഭഗവാൻ ഇതിനെ ഫിലിം എന്ന് തന്നെ പറയണു. അരുണാചല അഷ്ടകത്തില് അണു ആയിട്ടുള്ള വാസനകളെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഉണ്ടൊരു പൊരുൾ അറി ഒളിയുളമേ നീ ഉളതുനിൽ അലതിലാ അതിശയ ശക്തി. ഈ ജ്ഞാനപ്രകാശമായ ഹൃദയമേ, നിനക്കുള്ളിൽ ഒരു പൊരുളുണ്ട്, അറിഞ്ഞുകൊള്ളുക. അലതിലാ അതിശയ ശക്തി, അനന്തമായ ഒരു ശക്തിയുണ്ട്. അത് ആശ്ചര്യമായൊരു ശക്തി. അതെന്ത് ചെയ്യണു? നിன்றണു നിഴ നിറൈ നിனைவறிவோടെ, അണുവായിട്ടുള്ള നിഴൽ പോലെയുള്ള വാസനകളുടെ ഒക്കെ സ്വഭാവം പേറിക്കൊണ്ട് നികഴ്വിനൈ എന്നുവെച്ചാൽ പൂർവകർമ്മത്തിന്റെ ഫ്രീക്വൻസി, ആ ഫോഴ്സിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നിனைവൊളിയാടി ചിത്തവൃത്തികൾ ഇങ്ങനെ വരണു. അതിനകത്ത് ഈ ചിത്പ്രകാശം ഷേക്കായിക്കൊണ്ടേയിരിക്കണമെന്നാണ്. നിனைവൊളിയാടി കണ്ടന നിയർജക വിചിത്തിരം ഉള്ളും. അകത്ത് നോക്കിയാൽ ജഗത്ത് പുറത്തും, ഉള്ളില് ആ നിഴൽ രൂപത്തിൽ ജഗത്തിന്റെ ബീജരൂപവും കാണാം. കൺമുതർ പൊറി വഴി പുറത്തുമോർച്ചില്ലാൽ. ഒരു സിനിമാ പ്രൊജക്ടറില് ആ ലെൻസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് വരും, ഫിലിം വരും. ആ ഫിലിമിലൂടെ വരുന്ന ലൈറ്റ് ആ ലെൻസിലൂടെ പ്രൊജക്റ്റായ സ്ക്രീനിൽ കാണും. ആ ഫിലിം എടുത്തു കഴിഞ്ഞാൽ വെറും വെളിച്ചമേ ഉണ്ടാവുള്ളൂ, ഒന്നുമില്ല, അല്ലേ? ആ ഫിലിം മുഴുവൻ പ്രൊജക്റ്റ് ആവണ പോലെ நின்றிடும் நிழல் பட நிகர் அருள் குன்றே நின்றிட சென்றிட நினைவிடவென்றே. അത് പറഞ്ഞ് ഭഗവാൻ പറയുന്നു, நியற்படி தகட்டின் விண் மணி ஒளி பட നിഴൽ പതിയുമോ മുന്നിൽ. ഈ പഴയ കാലത്ത് ഇപ്പോഴൊക്കെ ഡിജിറ്റൽ എന്തൊക്കെയോ വന്നു. പണ്ട് ഈ ഫിലിമൊക്കെ എടുത്ത് നെഗറ്റീവ് എടുത്ത് അതെവിടെയെങ്കിലും സൂര്യ വെളിച്ചത്തിൽ കാണിച്ചാൽ പോയി പോകും, അല്ലേ? അതുപോലെ ഈ സൂക്ഷ്മ വാസനാമണ്ഡലങ്ങൾ മുഴുവൻ ആത്മപ്രകാശത്തിന്റെ വെളിച്ചത്തിന് എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ അതിന് മുളയ്ക്കാൻ കഴിയാതെ പോയി പോകും എന്നാണ്. ഉള്ളിലുള്ള ആ വെളിച്ചത്തിന് എക്സ്പോഷർ അതിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കാൻ കഴിയാതെ അത് പോയി പോകും. അതിന് മുഴുവൻ ബേസിസ് ആയിട്ടുള്ള ആ ഫിലിം, അതാണ് ഈ അഹന്ത എന്ന് പറയണത്. അതിനെ ആരായുമ്പോ അത് ഉൾപോനാൽ, നാൻ യാർ ഇടമേതെன்று ഉൾപോനാൽ, ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്, ഇത് ഏത് സ്ഥലത്ത് നിന്നാണ് പൊന്തി വരണത് എന്ന് ആരാഞ്ഞ് അത് വരണ വഴിക്ക് ഉള്ളിൽ പോയാൽ നിனைവുകൾ പോയി ഹൃദയം പ്രകാശിക്കും. ഗുഹ, ആ ഗുഹയില് താനായി ആത്മജ്ഞാനം തികഴും. മൗനം പ്രകാശിക്കും, അനന്തമായ ചിദാകാശം പ്രകാശിക്കും. ആനന്ദത്തിന്റെ ഉറവിടം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്വരൂപത്തിനെ അറിഞ്ഞ് താൻ ആരാണെന്ന് അറിഞ്ഞ് തന്റെ അഹങ്കാരത്തിന്റെ ദ്രോഹമില്ലാതെ അഭിമാനത്തിന്റെ ഉപദ്രവങ്ങൾ അവസാനിച്ച്, ഈ അഭിമാനം വാസ്തവമല്ല,
അതിന് ഇരിപ്പിടമായിരിക്കുന്ന ബോധമാണ് തന്റെ സ്വരൂപമെന്നറിഞ്ഞവൻ ജീവിതത്തില് നിറവുണ്ടായി അവന്. അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിലോ, അതാണ് അടുത്ത പാട്ട്. തന്നൈ അറിതലിன்றி പിന്നൈ ഏതറികില്ലൻ തന്നൈ അറിந்திடில் പിൻ என்னை உளதறிய ഭിന്ന ഉയിർകളിൽ അഭിന്ന വിളക്കെനുമ തന്നൈ തന്നിലുണര മിന്നും തന്നുൾ ആത്മപ്രകാശമേ അരുൾ വിലാസമേ അഹവിനാശമേ ഇൻപ വികാസമേ അയ്യേ അതിസുലഭം ആത്മവിത്തൈ അയ്യേ അതിസുലഭം. ഇതില് ഓരോ പാട്ടിലും നോക്കാം. ഇൻപം പൊങ്കുമേ, ഇൻപത്താനമേ, ഇൻപ വികാസമേ, ഇൻപ അമ്പോതിയേ, ഇൻപ് തോണുമേ. ഓരോ പാട്ടിലും ഇൻപം എന്നുള്ള വാക്കുണ്ട്. ആനന്ദം. ആനന്ദം സ്വാഭാവികമായ ആത്മസ്വരൂപ ആനന്ദം. ഇൻപവികാസം. ഇൻപം പൊതുവെ വിഷയങ്ങളിലാണുള്ളത് എന്നാണ് നമുക്ക് തോന്നണത്. അതിന്റെ വികാസം ഹൃദയത്തിലാണല്ലോ ഉണ്ടാവുന്നത്. അതിന് ആത്മജ്ഞാനം കൂടാതെ സാധ്യമല്ല. തന്നെ അറിതൽ ഇன்றி പിന്നെ ഏതറികിൽ എൻ. തന്നെ അറിയാതെ പിന്നെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? പലതും അറിഞ്ഞിട്ട് എന്ത് കാര്യം? കുഞ്ചുസ്വാമി എവിടെയോ പോയി ഒരു തമിഴ്നാട്ടിലുള്ള തമിഴ് വേദാന്ത മഠം. ആ മഠത്തിൽ പോയപ്പോ അവര് കൈവല്യ നവനീതം, വേദാന്ത ചൂടാമണി, മഹാരാജത്തുറവ്, ഇങ്ങനെ പറഞ്ഞ തമിഴിൽ ഒരുപാട് വേദാന്ത ഗ്രന്ഥങ്ങളുണ്ട്. ഈ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ അവർ പാഠം എടുക്കണു, പറഞ്ഞു കൊടുക്കണു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ കുഞ്ചുസ്വാമി കുറെയൊക്കെ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തോന്നി ഒന്ന് വിസ്താരമായിട്ടൊന്ന് പഠിക്കണം. ഭഗവാന്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിലരൊക്കെ ചോദിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഈ വിഷയങ്ങൾ അറിയണവരുള്ളത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് ഒരു ദിവസം തനിയിരിക്കുമ്പോൾ ചെന്ന് അനുമതി ചോദിച്ചു. കോവിലൂർ മഠത്തിൽ പോയി വേദാന്തം പഠിക്കട്ടെ, തമിഴ് വേദാന്തം. വേദാന്ത സമ്പ്രദായ മഠമാണ് ഈ കോവിലൂർ മഠം. അവിടെ ചെന്ന് പഠിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇന്ന് വേദാന്തം, നാളെ സിദ്ധാന്തം. സിദ്ധാന്തം എന്ന് വെച്ചാൽ അവര് ശൈവ സിദ്ധാന്തത്തിനാണ് സിദ്ധാന്തം എന്ന് പറയാം. ഇന്ന് വേദാന്തം, നാളെ സിദ്ധാന്തം, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എപ്പോ താൻ ചുമ്മാ ഇരിക്കറതാ? എപ്പോ ചുമ്മാ ഇരിക്കും? ഞാൻ എന്തു പഠിച്ചു? പുറമേക്ക് മനസ്സിനെ വിടാതെ അന്തർമുഖമായി ഉന്മുഖമായി ആരാഞ്ഞ് അടങ്ങിയിരുന്നു. എന്തൊക്കെ വേണോ അതൊക്കെ താനേ വന്നു. എല്ലാം ഉള്ളിലുണ്ട്. വേണമെന്നുള്ളപ്പോ എല്ലാം സിദ്ധിക്കും. മനസ്സിന് പുറത്തുവിടാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്ന എല്ലാ അറിവിന്റെയും സോഴ്സ് അവിടെ ഉണ്ട്, ജ്ഞാനത്തിന്റെയും സോഴ്സ് അവിടെ ഉണ്ട്. അത് മാത്രം അറിഞ്ഞാൽ മതി. തന്നെ അറിതലിன்றி പിന്നെ ഏത് അറിയില്ല. തന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞില്ല. കുറെ പുസ്തകം മാത്രം അറിഞ്ഞിട്ട് എന്ത് കാര്യം? പല ക്ലാസ് അതൊക്കെ പഠിച്ചിട്ടും ഈ വിദ്യ പിടികിട്ടിയിട്ടില്ലെങ്കിൽ പലരുടെയും സോറോഫുൾ സ്റ്റേറ്റ് അതാണ്. ചിലർ വേർഡ്സ്, ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം, കുറെ ശാസ്ത്ര വാക്കുകളിൽ പെട്ട് ക്ലാസ്സൊക്കെ റെഗുലറായി അറ്റൻഡ് ചെയ്ത്
ഒക്കെ മനസ്സിലാക്കി വെച്ചു. അതൊരു ഭയങ്കര കുഴപ്പമായിട്ട് നിൽക്കുകയാണ് പലർക്കും ബ്രെയിനിൽ. തന്നെ അറിതലിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ആ പ്രത്യക് സ്ഥിതി, പ്രത്യക് പ്രവാഹം, തന്നെ നോക്കാനുള്ള ശക്തിയെ പോയി. ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി. ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഞാനാര്, ഭഗവാന്റെ സമ്പ്രദായത്തിൽ ആത്മവിചാരം പോലും പലരും പറയില്ല, നാനാർ വിചാരം എന്നേ പറയുള്ളൂ. ഈ ഞാനാര് എന്നുള്ള വിചാരം ചെയ്യാനുള്ള ശക്തിയില്ലെങ്കിൽ ഞാൻ ഇതായിട്ടോ അതായിട്ടോ ഒക്കെ നിന്ന് പലതും ചെയ്തുകൊണ്ടേയിരിക്കും തോറും ഭ്രമാണ്. മായ ഇങ്ങനെ കെട്ടിപ്പടുത്തിട്ടുണ്ട് അതിന്റെ മേലെ കെട്ടിടങ്ങള്. ഇതിന്റെയൊക്കെ ബേസായിട്ടുള്ള ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഏത് അറിയിൽ വേറെ എന്തൊക്കെ തന്നെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഒക്കെ വെറും കുറെ ശബ്ദം മാത്രമാണ്. പലതും അറിഞ്ഞു, കുറെ ശബ്ദം, കുറെ വാക്കുകൾ ബുദ്ധിയിൽ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണു, മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണു. ഒരു ഇന്ദ്രജാലം പോലെ. അകൃത്രിമ അജ്ഞാനം എന്ന് യോഗവാസിഷ്ഠം പറഞ്ഞു. അകൃത്രിമമായ അജ്ഞാനം. തന്നെ അറിതലിன்றി പിന്നെ ഏതറിയിൽ പിന്നെ എന്തൊക്കെ തന്നെ അറിഞ്ഞാലും ഈ അഹന്തയെ ബാക്കി വെച്ചുകൊണ്ടാണ് അറിയണത് എന്നുള്ളത് കൊണ്ട് ഒരു വലിയ ദോഷം സംഭവിച്ചേക്കാം. അറിയണതൊക്കെ തന്നെ ഒരു പെരുമയായിട്ട് ഇങ്ങനെ നിൽക്കും. സമാധാനമായിട്ട് ഇരിക്കുന്നതിന് പകരം നമുക്ക് പെരുമപ്പെടണമെങ്കിൽ ലോകത്തിൽ ഇഷ്ടം പോലെ വഴിയുണ്ടല്ലോ അല്ലെ? അതിന് ഈ അധ്യാത്മമാർഗമേ വേണ്ട. പല ആളുകളും അധ്യാത്മമാർഗത്തിൽ വന്നിട്ടും ഇതൊരു പുതിയ ഫീൽഡാണ് ഷൈൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പലര്, ചില സ്വാമിമാര്, അവരൊക്കെ തന്നെ ഇത് ലെക്ചർ കൊടുക്കാനുള്ള ഒരു സ്റ്റേജായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഗംഭീരമായിട്ട് ലെക്ചർ കൊടുത്ത് ആളുകളെ അങ്ങനെ കോരിത്തരിപ്പിച്ച് അതൊരു പുതിയ ഇന്ദ്രജാലം. നമ്മൾക്ക് ഒരു എല്ലാ വിദ്യകളും അങ്ങനെ മാറിപ്പോകും അല്ലെ? ഇപ്പൊ ഒരു ഡോക്ടർ ആവുക എന്ന് വെച്ചാൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷൻസിലൊന്നാണ് ഫിസിക്കലി നോക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ രോഗം, വിഷമം, അതിന് ചികിത്സ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അത് പോയിട്ടൊരു അഭിമാനത്തിന്റെ ആവുണ്ട് നോക്കൂ. അത് വളരെ ബേസിക് കമ്പാഷൻ ബേസ്ഡ് ആണത്. അതുപോലും എന്തിനാ ചെയ്യുന്നത്? ഔട്ട് ഓഫ് കമ്പാഷൻ ആണോ, ഔട്ട് ഓഫ് സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണോ? അല്ലല്ല, അതാണ് ഒരു ഗൗരവമുള്ളത്. അതിനേക്കാളും വളരെ സീരിയസ് ആണ് ഈ അധ്യാത്മവിദ്യ. എന്താന്ന് വെച്ചാൽ അത് മൂലത്തിലാണ് പിടിക്കുന്നത്, ബേസിലാണ്. ഭഗവാന്റെ കാരുണ്യം അതാണ്. ആ ബേസ് ഭഗവാൻ വിട്ടതേയില്ല. ആ സോഴ്സിനെ ഭഗവാൻ വിട്ട് അങ്ങോട്ട് പോയില്ല. രമണ മഹർഷി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, വേദനായകൻ, വേദഭൂഷണൻ, വേദമേ ഉരുവാനവൻ. പലരും ചോദിക്കും എന്നോട്, എന്താ അങ്ങക്ക് രമണ മഹർഷി എന്താ എനിക്കെന്ത് സ്വന്താണോ, എന്റെ മുത്തച്ഛനാണോ, എനിക്കെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. ഞാനും ആചാര്യ സ്വാമി രാമകൃഷ്ണദേവൻ, ആനന്ദാശ്രമത്തിലെ എല്ലായിടത്തും എനിക്ക് സമമായിട്ട് പ്രവേശനമുണ്ട്. പക്ഷേ ഭഗവാന് തുല്യമായിട്ട് വേറെ ഒന്നും കണ്ടില്ല.
എന്താന്ന് വെച്ചാൽ ഭഗവാൻ ആസ് എ പേഴ്സൺ അല്ല, നമ്മൾക്ക് ഉപയോഗപ്പെടുന്നത്, നമ്മളെ കരയേറ്റുന്നത് എന്ന് പറയുന്നതുണ്ടല്ലോ അല്ലേ, ആ വിദ്യയെ റിവീൽ ചെയ്തിട്ട് യു ആർ ദ സെന്റർ, യു ആർ ദ ഫൾക്രം, സെന്റർ. എനക്ക് രക്ഷപ്പെടണോ ദാ. ശങ്കരാചാര്യർ പോയാൽ പോലും കുറച്ചങ്ങനെ ശാസ്ത്രം അങ്ങനെ പോയി പോവും. ഭഗവാൻ ആ സെന്റർ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വിലകില്ല. സെന്റർ വിട്ട് സർക്കംഫറൻസിലേക്ക് ഒന്നും വരികയില്ല. മഹർഷി എന്ന് പറയുന്നത് ഒരാളൊന്നുമല്ല, അത് ആ ലൈഫ് തന്നെ എന്താന്ന് വെച്ചാൽ ഒരു റെവലേഷൻ മാത്രമാണ്. വേദമന്ത്രങ്ങൾ എങ്ങനെ ഒരാൾക്ക്, ഒരു ഋഷിക്ക് റിവീൽ ചെയ്ത് കൊടുക്കുമ്പോൾ അപൗരുഷേയം നമ്മൾ എന്തുകൊണ്ടാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ അംശമേ അതിലില്ലെങ്കിൽ അത് അപൗരുഷേയമാവുള്ളൂ. ഭഗവാന്റെ ലൈഫിൽ നോക്കിയാൽ, ഞാനും നോക്കിയാലും അപൗരുഷേയം. എന്താന്ന് വെച്ചാൽ തനിക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല, താൻ അന്വേഷിച്ചുമില്ല, താനത് നേടിയെടുക്കണമെന്ന് വിചാരിച്ചില്ല. ആ ശക്തി അതിനെ പിടിച്ചിട്ട് അതിലൂടെ വന്നു. ഒരു പ്രിസം മാത്രമാണത്. അത് മഹർഷിയുടെ വിദ്യയോ രമണ മഹർഷിയുടെ വിദ്യയോ ഒന്നുമല്ല. ഇത് കാലാകാലമായുള്ള ഔപനിഷദ ജ്ഞാനം ആ ഒരു ചാനലിനെ വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. നമ്മളുടെ കാലത്തേക്ക് പറ്റിയ രീതിയിൽ നമുക്കറിയാനായിട്ട്, ഡയറക്റ്റായിട്ട് സെന്ററിൽ പോയിട്ട് അറിയാനായിട്ട് അതങ്ങോട്ട് റിവീൽ ചെയ്തു. അത്ര തന്നെ റെവലേഷൻ. ആ റെവലേഷൻ ഒരു ചാനൽ മാത്രമാണ് അദ്ദേഹം. ആ സീരിയസ്നെസ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നോക്കൂ, മഹർഷിയുടെ ലൈഫിലോ ഉപദേശത്തിലോ പ്രചാരമില്ല, ഓർഗനൈസേഷൻ ഇല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഒന്നും പറ്റില്ല അവിടെ. ഒന്നുമില്ല. എന്നിട്ട് നടന്നോ ഇത്രയധികം പ്രചാരം ഇന്ന് ഇന്ത്യയിലുള്ള ഏത് ആചാര്യന്റെ ഉപദേശത്തിനും ഇത്ര പ്രചാരം ലോകത്തിൽ ഇപ്പൊ കിട്ടിയിട്ടില്ല. സീരിയസ് ആയിട്ട് ഒരു പ്രചാരവും ഇല്ലാതെ, ഒരു മിഷൻ ഇല്ല, ഒന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് ടീച്ചിങ് ആണ്. സത്യം അത്രയേ ഉള്ളൂ. അതില് അലങ്കാരം ഒന്നുമില്ല. സത്യത്തിന് അലങ്കാരം, പൊട്ടുതൊടിക്കലും മേക്കപ്പും ഒന്നുമില്ല. തന്നെ അറിതലിன்றி പിന്നെ ഏത് അറികിൽ എൻ. തന്നെ അറിന്തിടിൽ പിൻ എന്നെയുള്ളത് അറിയ. തന്നെ അറിഞ്ഞാ പിന്നെ എന്താ അറിയാനുള്ളത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ, എന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ അറിയാനുണ്ട്? ഭിന്ന ഉയർകളിൽ ഒക്കെ വേറെ 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 ജീവന്മാരില് അഭിന്ന വിളക്കനും, പല പല ജീവന്റെ ഉള്ളില് യാതൊരു ഭേദമില്ലാതിരിക്കുന്ന ഒരു വിളക്ക്, ഒരു ജ്യോതി. ഭിന്ന ഉയർകളിൽ അഭിന്ന വിളക്കനുമ തന്നെ. എല്ലാത്തിനും ആധാരശ്രുതി പോലുള്ള തന്റെ സ്വരൂപത്തിന് തന്നിൽ ഉണര്, തന്റെ സ്വരൂപമായിട്ട് അറിയ. മിന്നും തന്നുൾ ആത്മപ്രകാശമേ. അതിനെ അവിടെ എവിടെ അറിയാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് അറിയാനൊന്നും സാധിക്കില്ല. അത് മറ്റുള്ളവരുടെ ഉള്ളിലും ഉണ്ടല്ലോ, അവിടെ പോയിട്ട് എങ്ങനെ അറിയും? അറിയാൻ പറ്റില്ല. തന്നിൽ തന്നെ അറിയണം. തന്നിൽ തന്നെ അറിയണം. തന്നിൽ അറിയ മിന്നും തന്നുൾ ആത്മപ്രകാശമേ. തന്റെ ഉള്ളില് ആ ഒരു ഗ്ലിംസ് എങ്കിലും കിട്ടിയാൽ മതി. മിന്നും തന്നുൾ ആത്മപ്രകാശമേ. ആത്മസാക്ഷാത്കാരം എപ്പോഴും ഒരു ഉദാഹരണം, ഒരു മിന്നൽ പോലെ വരണമെന്നാണ്. അമാവാസ രാത്രിയിൽ ഇടിമിന്നലിൽ ചിലപ്പോ വഴിയിൽ എന്തെങ്കിലും കിടക്കണ വിലപ്പെട്ട സാധനം കണ്ടുവെത്തണ പോലെ, അല്ല കൂരിരുട്ടിൽ പോവാണ്, പെട്ടെന്ന് ഞങ്ങളുടെ ആകാശമൊക്കെ ഒരു മിന്നൽ മിന്നി. ഇനിയിപ്പോ നോക്കുമ്പോൾ റോഡിലിതാ എന്തോ ഒരു നെക്ലസ് കിടക്കണം. അതുപോലെ ആ ഉദാഹരണം പറയാം. ആ മിന്നലില് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ നിത്യസിദ്ധമായ വസ്തുവിനെ ഒന്ന് കണ്ടു. തടിൽ ലതാ സമരുചി, ലളിതാ സഹസ്രനാമം.
ലളിതാ പരമേശ്വരി എന്ന് വെച്ചാൽ ആരാ? ഈ ആത്മവിദ്യയാണ്. ബ്രഹ്മവിദ്യാസ്വരൂപിണ്യേ നമഃ. തട്ടിൽ ലതാ സമരുചി, ഒരു ഇടിമിന്നൽ പോലെ ആ വെളിച്ചത്തില് തന്നുൾ മിന്നും ആത്മപ്രകാശമേ, ആത്മപ്രകാശം ഉള്ളില്, ആത്മാനുഭവം ഉള്ളില് മിന്നി അരുൾ വിലാസമേ. 3 സ്റ്റെപ്പാണ് ഭഗവാനോട് പറയുന്നത്. അരുൾ വിലാസം, അഹവിനാശം, ഇൻപവികാസം. ഈ അഹവിനാശം, അഹങ്കാരത്തിന് നാശം സ്വയം ചെയ്യാൻ പറ്റില്ല. അതാണ് അതിനു മുമ്പിൽ അരുൾ വിലാസം, അഹവിനാശം, ഇൻപവികാസം. ആ കൃപയുടെ ശക്തി എന്ത് ചെയ്യണു? അഹവിനാശം, അഹങ്കാരത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കി. പിന്നെ എന്തുണ്ട്? ഇൻപവികാസമേ, അരുൾ വിലാസം, ഗ്രേസിന്റെ, കൃപയുടെ തിരുക്കൂത്ത്. അരുൾ വിലാസമേ അഹവിനാശമേ, അഹങ്കാരത്തിന് നാശം. ആ കൃപ പ്രകാശിച്ച ഉടനെ എന്തായി? നമ്മളല്ല, ഈശ്വരൻ ഒരു സർജറി ചെയ്തു വിട്ടു, ഈ അഹങ്കാരത്തിനെ കൂടെ എടുത്തു വിട്ടു. അഹവിനാശമേ, അഹങ്കാരമാണ് ആ ഡിവിഷൻ, ക്രിസ്റ്റലൈസേഷൻ. അതങ്ങോട്ട് പോയതോടുകൂടെ ഇൻപവികാസമേ, ആനന്ദം, സർവവ്യാപിത്വം. ശരീരത്തിലിരിക്കുമ്പോഴും അശരീരത്വം, ആകാശശരീരത്വം, എല്ലയില്ലാതെ ഒളിരും എന്നുള്ളത് 40 ഭഗവാൻ. ബൗണ്ടറി ഇല്ലാതെ ഉള്ള ഒരു സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്, ഡിവിഷൻലെസ് എക്സിസ്റ്റൻസ്, അവയർനെസ്. അത് തന്നെ ആനന്ദം. ഭൂമേവ സുഖം നാൽപേ സുഖമസ്തി, ഭൂമൈവ സുഖം, ഭൂമാ തന്നെ സുഖം. എന്നാ അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല, ചെറുതിൽ സുഖമില്ല. അനന്തം, അനന്തത്തിലാണ് സുഖം. അഹം അങ്ങോട്ട് പോയി, അരുൾ പ്രകാശിച്ചു. അവര് ശൈവസിദ്ധാന്തത്തില് പറയും, കൃപാസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, 3 എണ്ണാണ്. കൃപാസാക്ഷാത്കാരം പെർഫെക്റ്റാണ്. എന്താന്ന് വെച്ചാൽ അവിടെ പിന്നെ ഞാൻ സാധന ചെയ്തു എന്ന് പോലും ഉള്ള സംസ്കാരം ബാക്കി നിൽക്കില്ല. അല്ലെങ്കിൽ ചില സിദ്ധന്മാർക്ക് സിദ്ധിക്ക് ശേഷം അതെങ്കിലും ബാക്കി നിൽക്കും, ഞാൻ ഇത് ചെയ്തു, ഈ വഴിയിലൂടെ നേടി. അതുപോലുമില്ല. ഈ കൃപാസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യ അവസാനം ഈശ്വര നിയതിയുടെ മൂവ്മെന്റാണ്. അതാണ് ഭഗവാന്റെ അക്ഷരമണമാലയിൽ അരുണാചലേശ്വരനോട് പ്രാർത്ഥന തന്നെ അങ്ങനെയാണ്. നോക്കിയേ കരുതിമൈ താക്കിയേ പക്വം ആക്കി നീ ആണ്ട് അരുൾ അരുണാചല. ഹേ അരുണാചല, കൃപാകടാക്ഷം തന്ന് നോക്കി, കരുതിമൈ താക്കി എന്നാണ്, ജാഗ്രതയായി നോക്കി, എപ്പോഴാണോ എന്റെ അഹങ്കാരത്തിൽ അടിക്കേണ്ടത് അടിച്ച് പരിപാകപ്പെടുത്തി പക്വമാക്കി എന്നെ മൗൾഡ് ചെയ്ത് അരുൾ, അവിടുത്തെ കൃപ എനിക്ക് തന്ന് എന്നെ പൂർണ്ണമാക്കൂ ഹേ അരുണാചല. അപ്പോഴാണ് നോക്കൂ, ജ്ഞാനം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് സംഗമിക്കും ഒരു പ്രയാഗ് പോലെ. അവിടെ ഇന്റലക്ച്വൽ അല്ലാതെ ഹൃദയത്തില് രണ്ടും ഡിവിഷൻ ഇല്ലാതായിട്ട് തീരും, അഖണ്ഡമായിട്ട്. ആ ഹൃദയസ്ഥാനത്തില് പൂർണ്ണത്വം ഉണ്ടാവും.
അതാണ് തന്നൈ അറിതലിன்றி പിന്നൈ ഏതറികിൽ എൻ തന്നൈ അറിந்திடில் പിന്നൈ ഏതുള്ളത് അറിയ ഭിന്ന ഉயிர்களில் അഭിന്ന വിളക്ക് എനും തന്നൈ തന്നിൽ ഉണര. ഓരോ വാക്കും വളരെ പ്രിസൈസാണ്, പുറത്തെവിടെയെങ്കിലും പോയി ഉണരാൻ പറ്റില്ല. തന്നിൽ ഉണര മിന്നും എന്നുവെച്ചാൽ ജ്വലിക്കും തന്നുള്ള ആത്മപ്രകാശമേ അരുൾ വിലാസമേ അഹ വിനാശമേ ഇൻപ വികാസമേ. Operation of grace is activated. The moment the ego enters the heart center, grace is activated. അപ്പോഴാണ് കൃപയെ അറിയണത് നമ്മൾ. ഈ അഹങ്കാരം ആ ഈശ്വര ശക്തിയെ അറിയാൻ സമ്മതിക്കണില്ല. ഈശ്വര ശക്തിയെ അറിയണത് എപ്പോഴാന്ന് വെച്ചാൽ ഈ അഹങ്കാര ഹൃദയത്തിൽ പോയി അങ്ങോട്ട് ലയിച്ചു കഴിയുമ്പോ നമ്മള് ജാഗ്രതയിലിരിക്കണു, ഉണർവോടെ ഇരിക്കണു. ആ ശക്തിയുടെ മൂവ്മെന്റിന് മുഴുവൻ നമ്മള് സാക്ഷാത്തായിട്ട് ദ്രഷ്ടാവാണ്, സാക്ഷിയാണ്. അങ്ങനെ കാണുമ്പോ അതിനെ അറിയാൻ കഴിയും. അരുൾ വിലാസം അഹവിനാശം ഇൻഭവികാസം. ആനന്ദം ഭഗവാന്റെ സ്വരൂപമായ അപൂർണത്വം, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അപരോക്ഷമായ ബ്രഹ്മസ്വരൂപം ഹൃദയത്തില് പ്രകാശിക്കും. അയ്യേ അതിസുലഭം ആത്മവിത്തൈ. അപ്പോഴാണ് ആ സൗലഭ്യം. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരുണ്ട്, സുലഭ എന്ന് പേര്. സുലഭ സുവൃത സിദ്ധ ശത്രുജിത് ശത്രുതാപന എന്നല്ലേ സുലഭ. ഭഗവാൻ എന്തുകൊണ്ട് സുലഭൻ? നിത്യസിദ്ധ വസ്തു. ആത്മാവായി സിദ്ധവസ്തുവായിട്ട് സുലഭമായിട്ട് ഇരിക്കുന്നു. അതിനെ സാക്ഷാത്തായിട്ട് അറിയാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞത്. ஊனாருடல் இதுவே நானாமெனும் நினைவே நானா நினைவுகள் சேரோர் நார் எனும் அதனால் நான் யார் இடம் ஏதென்று உட்போனால் நினைவுகள் போய் நான் நான் என குகையுள் தானாய் திகழும் ஆத்ம ஞானமே இதுவே மௌனமே ஏகவானமே இன்பஸ்தானமே. தன்னை அறிதலின்றி பின்னை ஏதறிகிலன் தன்னை அறிந்திடில் பின்னை என்னை உள்ளதறிய பின்ன உயிர்களில் அபின்ன விளக்கெனுமத்தன்னை தன்னில் உணர மின்னும் தன்னுள் ஆத்ம பிரகாசமே அருள் விலாசமே അഹവിനാശമേ ഇൻപ വികാസമേ. ഇനി 2 പാട്ടുകൾ കൂടെ ഉണ്ട്, അത് നമ്മൾ നാളെ രാവിലെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല